അപ്പോൾ നമസ്കാരം. ഇന്നത്തെ ചോദ്യം ഇതാണ്: അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 69 ആയാൽ ആ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അടുത്തടുത്തിരിക്കുന്ന 3 എണ്ണൽ സംഖ്യകൾ എടുത്തു, ആ 3നെയും തമ്മിൽ കൂട്ടി, അങ്ങനെ കൂട്ടിയപ്പോൾ കിട്ടിയത് 69. അപ്പോൾ അതിൽ വലിയ സംഖ്യ ഏത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എത്രയാ തുക എന്ന് നോക്കുക. തുക ഇവിടെ 69 ആണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 69 എഴുതുക. അടുത്തടുത്ത എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണത്? 3 എണ്ണത്തിൻ്റെയാണ്. സോ നമ്മൾ ഈ 69നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 69ന് 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 6ൽ 3 2 തവണ, 9ൽ 3 3 തവണ, കിട്ടുന്ന ഉത്തരം 23 ആണ്. ഈ കിട്ടിയ ഉത്തരം 23 എന്ന് പറയുന്നത് അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളിൽ നടുവിലുള്ള സംഖ്യയായിരിക്കും. അതായത് 23 നടുവിലുള്ള ആളാണ്. അപ്പോൾ വലിയ സംഖ്യ ചോദിച്ചാൽ എന്താ? തൊട്ടടുത്തിരിക്കുന്ന സംഖ്യ, അതായത് 24 നമ്മുടെ ഉത്തരം. ഇനി ചെറിയ സംഖ്യ ചോദിച്ചാലോ? തൊട്ട് മുമ്പിലുള്ള സംഖ്യ 23ന് മുമ്പിൽ 22. ഉത്തരായി. ഓക്കെ. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, എല്ലാ ചോദ്യങ്ങൾക്കും 3 കൊണ്ടാണോ ഹരിക്കുക? അതെ, 3 കൊണ്ട് ഹരിക്കുക. കാരണം അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ എന്തുകൊണ്ടാണ് 3 കൊണ്ട് ഹരിക്കുന്നത് എന്ന ലോജിക്കിലേക്ക് കൂടി ഒന്ന് വരാം. ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ സംഖ്യ എക്സ് എന്നെടുത്തു. തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? ആ എക്സിനോടൊന്ന് കൂട്ടിയത്. മൂന്നാമത് വരുന്ന സംഖ്യ ഏതായിരിക്കും? എക്സിൻ്റെ കൂടെ 2 കൂട്ടിയത് അല്ലേ? ഇത് 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 69 കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. 1x 2x 3x 3x പ്ലസ് ഇവിടെ ഒരു 1 ഇവിടെ 2 കൂട്ടിയാൽ 3 = 69. 69. 2 പദങ്ങളിലും പൊതുവായിട്ട് 3 വരുന്നു. നമ്മൾ ആ 3നെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ നിന്ന് 3 പോയാൽ ബാക്കി എക്സ് മാത്രം, പ്ലസ് ഇവിടെ നിന്ന് 3 പോയാൽ ബാക്കി 1, 69. അപ്പോൾ എക്സ് പ്ലസ് 1ൻ്റെ 3 ഇരട്ടിയാണ് 69 എന്ന് കിട്ടി. എങ്കിൽ എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കാൻ 69നെ ഈ × 3 അപ്പുറത്ത് പോകുമ്പോൾ ÷ 3 ആകും. 69/3 എന്നാകും. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 69നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടിയ ഉത്തരം 23. അപ്പോൾ എന്താ ഈ എക്സ് പ്ലസ് 1? എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ, എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നടുവിലുള്ള സംഖ്യ, എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സംഖ്യ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 1 23 എന്ന് പറഞ്ഞാൽ എന്താ? നടുവിലുള്ള സംഖ്യ 23 ആണ്. ഇനി വലുത് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ 1 കൂട്ടും, 24. ചെറുത് ചോദിച്ചാൽ 1 കുറയ്ക്കും, 22. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊണ്ട് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അതേ പാറ്റേൺ, അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ, അവയുടെ തുക തന്നിരിക്കുന്നു. വലിയ സംഖ്യ ഏത്? വേണ്ട, നമുക്കിതിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം. വലുത് നമ്മളൊരിക്കൽ ചെയ്തു. അപ്പോൾ ചെറിയ സംഖ്യ ഏത്? നമ്മൾ പഠിച്ചതാണ്. എന്താ ചെയ്യേണ്ടത്? എത്രയാ തുക തന്നിരിക്കുന്നത് ഇവിടെ? തുക ഇവിടെ 531 ആണ്. നമ്മൾ ആ 531 എഴുതുന്നു. എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ്? 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. സോ 3 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടുവിലുള്ള സംഖ്യ കിട്ടും. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളിൽ നടുവിലുള്ള ആളെ കിട്ടും. 5ൽ 3 1 തവണ, ബാക്കി 2 ഇവിടെ ചേർന്ന് 23 ആകുന്നു. 23ൽ 3 7 തവണ, അപ്പോൾ 21 പോയി, ബാക്കി 2 ഇങ്ങോട്ട് വരുന്നു. 21ൽ വീണ്ടും 3 7 തവണ. ഈ 177 4 ഓപ്ഷൻ തന്നാൽ ചിലപ്പോൾ 177 ഓപ്ഷനിൽ ഉണ്ടാകും. ചാടിക്കയറി അതൊക്കെ അറപ്പിക്കരുത്. കാരണം എന്താ? 177 എന്ന് പറയുന്നത് വലിയ സംഖ്യമല്ല, ചെറിയ സംഖ്യമല്ല, നടുവിൽ കിടക്കുന്ന സംഖ്യയാണ്. ഇനി വലുത് ചോദിച്ചാൽ നമ്മൾ അടുത്തിരിക്കുന്ന സംഖ്യ 178. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചെറുതാണ്. ചെറിയ സംഖ്യ ചോദിച്ചത് കൊണ്ട് തൊട്ട് മുൻപിലുള്ള സംഖ്യ 176 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം ഇതാണ്. സെയിം പാറ്റേൺ ആണ് കേട്ടോ. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക തന്നിരിക്കുന്നത് 855 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻ. ഓപ്ഷൻ എ 255, ഓപ്ഷൻ ബി 257, ഓപ്ഷൻ സി 286, ഓപ്ഷൻ ഡി 282. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. ശരിയായ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ലൈക്ക് ചെയ്യുന്നതായിരിക്കും.